ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ടിമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കും സ്റ്റോൺ എന്ന് പറയുന്ന ടോപ്പിക്കും രണ്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ബ്രിക്കിൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ എടുത്തതാണ്. ഇത് സെക്കൻഡ് ക്ലാസ്സാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൽ മെയിനായിട്ട് 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. ഏറ്റവും ആദ്യത്താണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, പിന്നെ വരുന്നതാണ് മോൾഡിങ്, പിന്നെ ഡ്രൈയിങ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ബേണിങ്. ഓക്കെ, ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് വീതം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏറ്റവും ആദ്യം വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ ഫർദർ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺസോയിലിംഗ് ആണ്. അൺസോയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോയിലിൻ്റെ ഗ്രൗണ്ട് സർഫസ് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ഒരു 20 mm ഡെപ്തിൽ നമ്മൾ സോയിൽ ഫുൾ റിമൂവ് ചെയ്യും. കാരണം അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു 20 mm ഡെപ്തിലുള്ള സോയിൽ ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഡിഗ്ഗിങ്. അപ്പോൾ ബാക്കി വരുന്ന അതിന് താഴോട്ടുള്ള ക്ലേ ഉണ്ടല്ലോ, ആ ക്ലേ ഫുൾ നമ്മൾ ഡിഗ് ചെയ്തെടുക്കും. ഡിഗ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ലെവൽ സർഫസിൽ സ്പ്രെഡ് ചെയ്ത് വെക്കും. അതിനാണ് ഡിഗ്ഗിങ് എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന പ്രോസസ്സാണ് ക്ലീനിങ്. ഓക്കെ, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഡിഗ് ചെയ്തെടുത്ത ക്ലേ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോൺസ്, പെബിൾസ്, വെജിറ്റബിൾ മാറ്റേഴ്സ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയെല്ലാം റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലീനിങ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെതറിങ് ആണ്. അതായത് ഈ ക്ലീൻ ചെയ്ത ആ ഒരു ക്ലേ ഉണ്ടല്ലോ, ആ ക്ലേ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ്ഡ് ആക്കും, സോ ദാറ്റ് അത് കുറച്ചൊന്ന് സോഫ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. ബ്ലെൻഡിങ്ങിൽ ചെയ്യുന്നത് ക്ലേക്കകത്ത് കുറച്ച് അധികം ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ സോയിലിൽ ഇല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്നാൽ ബ്രിക്കിന് ആവശ്യമുള്ള അതൊക്കെ ഇട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലെൻഡിങ്. ബ്ലെൻഡിങ്ങിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ബ്ലെൻഡിങ്ങിന് ശേഷം പിന്നെ വരുന്നത് ടെമ്പറിങ്. അതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടെമ്പറിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഈ ബ്രിക്കിൻ്റെ ക്ലേ നീഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഒരു മാൻ പവർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റിൽ യൂസ് ചെയ്തിട്ട് കാല് വെച്ച് നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരുപാട് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ക് മില്ലാണ്. അപ്പോൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ടെമ്പർ ചെയ്തെടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പഗ്ഗിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം, ഇപ്പം നല്ല ഒരു ബ്രിക്ക് എർത്താണെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിക്ക് എർത്തിനെ നമുക്ക് ചെറിയ ത്രെഡ്സ് ആക്കി മാറ്റാൻ പറ്റും. 3 mm ഡയമീറ്ററിൻ്റെ ത്രെഡ്സ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ഇത്രയും പ്രോസസ്സാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ വന്നത്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്നത് അൺസോയിലിംഗ്. ഓക്കെ, ഏറ്റവും ആദ്യം വന്ന അൺസോയിലിംഗ്, പിന്നെ ഡിഗ്ഗിങ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ് ആൻഡ് ഏറ്റവും ലാസ്റ്റ് ടെമ്പറിങ്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. അടുത്തത് മോൾഡിങ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്താണ്, മോൾഡിങ് എന്നുള്ളത്. മോൾഡിങ്ങിലേക്ക് പോവാം. മോൾഡിങ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഹാൻഡ് മോൾഡിങ്ങും ഉണ്ട്, പിന്നെ മെഷീൻ മോൾഡിങ്ങും ഉണ്ട്. ഹാൻഡ് മോൾഡിങ് സാധാരണ നമ്മൾ ആ മോൾഡിൻ്റെ സൈസ് എന്ന് ആ മോൾഡ് സാധാരണ വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു സൈസ് 8 to 12% കൂടുതലായിരിക്കും. സാധാരണ ബ്രിക്കിനൊരു സൈസ് ഉണ്ടാവുമല്ലോ, ആ ബ്രിക്കിൻ്റെ സൈസിനെക്കാട്ടിലും 8 to 12% കൂടുതലായിരിക്കും മോൾഡിൻ്റെ സൈസ്. ഹാൻഡ് മോൾഡഡ് ബ്രിക്സിനെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഒന്നുകിൽ ഗ്രൗണ്ട് മോൾഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടേബിൾ മോൾഡഡ് ആയിരിക്കും. അതുകൂടാതെ വേറെ 2 ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. സ്ലോപ്പ് മോൾഡഡും
പിന്നെ സാൻഡ് മോൾഡഡും PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സ്ലോപ്പ് മോൾഡഡ്, സാൻഡ് മോൾഡഡ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് സ്ലോപ്പ് മോൾഡഡ് എന്താണെന്ന് നോക്കാം. സ്ലോപ്പ് മോൾഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മോൾഡ് ഉണ്ടല്ലോ, അത് ഓരോ തവണയും നമ്മൾ ബ്രിക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യും. അതിനെയാണ് സ്ലോപ്പ് മോൾഡഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. അതേസമയം സാൻഡ് മോൾഡഡ് എന്ന് വെച്ചാൽ ഈ ഒരു മോൾഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ സാൻഡ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് അടുത്ത ബ്രിക്ക് ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈ 2 ടൈപ്പ് വരുന്നുണ്ട് ഹാൻഡ് മോൾഡഡ് ബ്രിക്സിൻ്റെ അകത്ത്. അപ്പോൾ ഹാൻഡ് മോൾഡഡ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാൻഡ് മോൾഡഡിൽ 2 ടൈപ്പ്, ഗ്രൗണ്ട് മോൾഡ് ഉണ്ട്, ടേബിൾ മോൾഡ് ഉണ്ട്. അതുകൂടാതെ സ്ലോപ്പ് മോൾഡഡും ഉണ്ട്, സാൻഡ് മോൾഡഡും ഉണ്ട്. അപ്പോൾ മെഷീൻ മോൾഡഡ് നോക്കാം. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ബ്രിക്സിൻ്റെ മുകളിലല്ലേ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കാണ്. ഒരു 10 mm to 20 mm ഡെപ്ത്ത് വരുന്ന ഒരു മാർക്കാണ് ഈ ഫ്രോഗ് എന്ന് പറയുന്നത്. അത് കൂടുതലും ആ ഒരു ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യുന്നവരുടെ ട്രേഡ് നെയിമാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, അത് ഒരു കീ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. നമ്മളിങ്ങനെ ബ്രിക്ക് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് മോട്ടാർ ഫില്ല് ചെയ്തിട്ട് അത് നല്ലൊരു ബോണ്ടിങ് കൊടുക്കാനും, അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ കേട്ടോ. അത് നല്ലൊരു ബോണ്ടിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കീ ജോയിൻറ്റ് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രോഗ്സ് കൊടുക്കുന്നത്. ഫ്രോഗ്സ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരു 10 to 20 mm ഡെപ്തിലുള്ള അതിൻ്റെ അകത്ത് ഈ നമ്മുടെ മാനുഫാക്ചറിൻ്റെ പേര് ഇംപ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇതും PSCയിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് ഫ്രോഗ്സ് എന്താണെന്ന്. നെക്സ്റ്റ് മെഷീൻ മോൾഡിങ്. മെഷീൻ മോൾഡിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിക്കിൻ്റെ സൈഡിൽ നല്ല സ്മൂത്ത് എക്സ്റ്റേണൽ സർഫസ് കിട്ടും, ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കിട്ടും, കറക്റ്റായിട്ടുള്ള റെഗുലർ ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ മെഷീൻ മോൾഡഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സ്ട്രോങ്ങറാണ് ഏതിനെക്കാട്ടിലും, ഹാൻഡ് മോൾഡഡ് ബ്രിക്സിനെക്കാട്ടിലും. 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്ലാസ്റ്റിക് ക്ലേ മെഷീനും മറ്റൊന്ന് ഡ്രൈ ക്ലേ മെഷീനും. പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിൽ പ്രിപ്പയർ ചെയ്ത ബ്രിക്സിനെ നമ്മൾ വിളിക്കുന്നത് വയർ കട്ട് ബ്രിക്സ് എന്നാണ്. അതേസമയം ഡ്രൈ ക്ലേ മെഷീനിൽ പ്രിപ്പയർ ചെയ്യുന്ന ബ്രിക്സിനെ നമ്മൾ വിളിക്കുന്നത് പ്രസ്ഡ് ബ്രിക്സ് എന്നാണ്. ഓക്കെ, പ്രസ്ഡ് ബ്രിക്സ്. ഇത് ഓർത്ത് വെക്കുക, PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. മെഷീൻ മോൾഡിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. ഈ 2 പോയിൻറ്റ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ പ്രിപ്പയർ ചെയ്യുന്ന വയർ കട്ട് ബ്രിക്സ് ആൻഡ് ഡ്രൈ ക്ലേ മെഷീനിൽ പ്രിപ്പയർ ചെയ്യുന്നത് പ്രസ്ഡ് ബ്രിക്സ് എന്നുള്ള കാര്യം. അടുത്ത് നമുക്ക് ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകാം. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ബ്രിക്ക് ഈ മോൾഡിൽ നിന്നും എടുത്തിട്ട് ബേൺ ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിയ ക്രാക്സ് ഉണ്ടാക്കാൻ പറ്റും. ബ്രിക്സിൽ വലിയ ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബേണിങ്ങിന് തൊട്ട് മുന്നേ നമ്മൾ സൺ ഡ്രൈ ചെയ്യും ബ്രിക്സ്. ഓക്കെ, അതിനെയാണ് ഡ്രൈയിങ് എന്ന് പറയാം. നെക്സ്റ്റ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബ്രിക്കിന് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിക്കിനെ കൂടുതൽ ഡെൻസും ഡ്യൂറബിളുമായിട്ട് മാറ്റുന്നു ബേണിംഗ് വഴി. ഈ ബ്രിക്സ് ഓവർ ബേൺഡായി പോയി കഴിഞ്ഞാൽ അത് ബ്രിട്ടിലാവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അണ്ടർ ബേൺഡായി പോയി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ 2 ആണെങ്കിലും പ്രശ്നമാണ്. കൂടുതലായിട്ട് ബേൺ ആയാലും പ്രശ്നമാണ്, കുറച്ചായിട്ട് ബേൺ ആയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ബേണിംഗ് നമുക്ക് കിന്നിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ലാംസിലും ചെയ്യാം. അപ്പോൾ ഒരു സ്മോൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാംസിൽ ചെയ്യുന്നത്. ക്ലാംസിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, മീൻസ് ചീപ്പാണ്, പെട്ടെന്നല്ല ചീപ്പാണ്, എക്കണോമിക്കലാണ്. അപ്പോൾ സ്മോൾ സ്കെയിലിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പിന്നെ ബ്രിക്കിൻ്റെ ക്വാളിറ്റി അത്ര കിന്നിൽ ബേൺ ചെയ്യുന്നതിൻ്റെ അത്ര ഉണ്ടാവത്തില്ല, നല്ലതായിരിക്കത്തില്ല. പിന്നെ നമുക്ക് ഈ ക്ലാമ്പിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫയർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബ്രിക്ക് റെഗുലർ ഷേപ്പ് ആവണം എന്നുമില്ല.
അതേസമയം ലാർജ് സ്കെയിലിൽ ലാർജ് ഓവനിലൊക്കെ വെച്ചിട്ട് ബ്രിക്ക് ബേൺ ചെയ്തെടുക്കുന്നതിന് കിൽൻ ബേണിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കിൻസ് തന്നെ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ്, 2 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിൻ എന്നും പറയും, കണ്ടിന്യൂസ് കിൻ എന്നും പറയും. ഇൻ്റർമിറ്റൻറ്റ് കിൻസ് എന്ന് പറഞ്ഞാൽ സർക്കുലറോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലറോ ആയിരിക്കും പ്ലാനിൽ. ഇതിൻ്റെ അകത്ത് ഇൻ്റർമിറ്റൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ബ്രിക്കിൻ്റെ സപ്ലൈ നമുക്ക് വളരെ യൂണിഫോം ആയിട്ട് കിട്ടത്തില്ല. അതേസമയം കണ്ടിന്യൂസ് സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ക്ലേ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും, കണ്ടിന്യൂസ് ആയിട്ട് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് ബ്രിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് കണ്ടിന്യൂസ് സ്കിൻ എന്ന് പറയുക. 3 ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് സ്കിന്നാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്: ബുൾസ്ട്രെഞ്ച്, ഹോഫ്മാൻ ആൻഡ് ടണൽ കിൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞു പോയി എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബ്രിക്കിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം വരുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് പറഞ്ഞു, ഇന്നത്തെ വീഡിയോയിൽ മാനുഫാക്ചർ ഓഫ് ബ്രിക്ക് പറഞ്ഞു. ഇനി ഒരു ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം 2 ക്ലാസ്സും കൂടെ ആകുമ്പോൾ ബ്രിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കും തീരുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ സ്റ്റോണിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടിമ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ച സ്റ്റോൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റോൺസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മാർബിൾ ഈസ് ഓപ്ഷൻ എ സ്ട്രാറ്റിഫൈഡ് റോക്ക്, ഓപ്ഷൻ ബി അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഓപ്ഷൻ സി ഫോളിയേറ്റഡ് റോക്ക് ആൻഡ് ഓപ്ഷൻ ഡി ആർജിലേഷ്യസ് റോക്ക്. ഇന്നലെ നമ്മൾ മാർബിൾ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് മാർബിൾ ഏത് ടൈപ്പിലാണ് വരുന്നതെന്നാണ്. ഓക്കെ, എക്സാം ആൻസർ വരുന്നത് നിങ്ങൾക്ക് ഇതിനോട് കിട്ടിക്കാണും. മാർബിൾ ഈസ് എ സ്ട്രാറ്റിഫൈഡ് റോക്കാണ്, സ്ട്രാറ്റിഫൈഡ് റോക്ക്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് അത് ഏത് ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാവുന്ന. ഓക്കെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ വരുന്നതാണ്. എന്താണ്? സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റോക്സ് ആണ്. അൺസ്ട്രാറ്റിഫൈഡ് പക്ഷേ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള റോക്സ് ആയിരിക്കും. ഫോളിയേറ്റഡ് ആണെന്നെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡെഫിനറ്റ് ഡയറക്ഷനിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന റോക്കാണ്. ഇതിൻ്റെ അകത്ത് മാർബിൾ വരുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ കാറ്റഗറിയിലാണ് നമുക്ക് മാർബിൾ വരുന്നത്. ഓക്കെ, മാർബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡോളോമൈറ്റ് ആഫ്റ്റർ മെറ്റമോർഫിസം ചേഞ്ചസ് ടു. ഡോളോമൈറ്റ് ആഫ്റ്റർ മെറ്റമോർഫിസം ചേഞ്ചസ് ടു. അപ്പോൾ മെറ്റമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോക്സ് ഫോംഡ് ബൈ ചേഞ്ചിങ് ദ ക്യാരക്ടർ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് വെൻ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. അതായത് ഒരുപാട് ഹീറ്റും പ്രഷറും ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറിപ്പോവും. പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറി മറ്റൊരു റോക്കായി മാറുന്ന ആ ടൈപ്പിനെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുക. അപ്പം മാർബിള്, ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ്, സ്ലേറ്റ് ഇതെല്ലാം മെറ്റമോർഫിക് റോക്സിന് എക്സാമ്പിളാണ്. ഡോളോമൈറ്റ് മെറ്റമോർഫിസം സംഭവിച്ചാണ് മാർബിൾ ഫോം ചെയ്യുന്നത്. ഡോളോമൈറ്റ് എന്ന് പറയുന്ന റോക്കിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണ് മാർബിൾ ഫോം ചെയ്യുന്നത്. മെറ്റമോർഫിസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെറ്റമോർഫിസം തന്നെ 4 ടൈപ്പ് ഉണ്ട്. തെർമൽ മെറ്റമോർഫിസം ഉണ്ട്, കെറ്റാക്ലാസ്റ്റിക് മെറ്റമോർഫിസം ഉണ്ട്, ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം ഉണ്ട്, പ്ലൂട്ടോണിക് ഉണ്ട്. എന്നിട്ട് ആദ്യത്തിൻ്റെ അകത്ത് നമുക്കറിയാം ടെമ്പറേച്ചർ യൂസ് ചെയ്ത്, മറ്റേതിൻ്റെ അകത്ത് നെക്സ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് പ്രഷർ ആക്ട് ചെയ്തിട്ട്, പിന്നെ ഡൈനാമോ തെർമൽ ആണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഹീറ്റും സ്ട്രെസ്സും വരുന്നുണ്ട്. പ്ലൂട്ടോണിക് മെറ്റമോർഫിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു യൂണിഫോം ഫോഴ്സ്, യൂണിഫോം പ്രഷർ ആക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പം മെറ്റമോർഫിക് റോക്സ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോളോമൈറ്റ് ആഫ്റ്റർ മെറ്റമോർഫിസം ചേഞ്ചസ് ടു മാർബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്തതും ഇതേപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗ്രാനൈറ്റ് ആഫ്റ്റർ മെറ്റമോർഫിസം ട്രാൻസ്ഫേഴ്സ് ടു. ഗ്രാനൈറ്റിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ട് എന്തായിട്ടാണ് മാറുന്നത്? ഓക്കെ, ഗ്രാനൈറ്റ് മെറ്റമോർഫിസം സംഭവിച്ച് ഓപ്ഷൻസ് വേണമെങ്കിൽ വായിക്കാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോക്കുക. ഓപ്ഷൻ എ ക്വാർട്സൈറ്റ്, ഓപ്ഷൻ ബി ഗ്നീസ്, ഓപ്ഷൻ സി ഷിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി സ്ലേറ്റ്. അതിൻ്റെ അകത്ത് ആൻസർ വരിക നീസാണ് കേട്ടോ. നീസ്. ഗ്രാനൈറ്റ് മെറ്റമോർഫിസം സംഭവിച്ച് നീസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർബിൾ ഇസ് ക്വറീഡ് ബൈ. ഓക്കെ, മാർബിളിനെ വെഡ്ജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പുതിയ ക്വസ്റ്റ്യനാണ്. മാർബിളിനെ ക്വറി ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണെന്ന്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ മാർബിൾ ഇസ് ക്വറീഡ് ബൈ. ക്വറിയിങ് എന്ന് പറയുന്ന അപ്പോൾ മാർബിൾ ഏത് പ്രോസസ്സ് വഴിയാണ് ക്വറിയിങ് നടത്തിയത്? അതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബ്ലാസ്റ്റിംഗ്, ഓപ്ഷൻ ബി എക്സ്കവേറ്റിംഗ്, ഓപ്ഷൻ സി ഹീറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി വെഡ്ജിങ്. ക്വറിയിങ് എന്താണെന്ന് നോക്കാം. ക്വറിയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോണിനെ അതിൻ്റെ നാച്ചുറൽ ബെഡിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ക്വറിയിങ് എന്ന് പറയാം. അപ്പോൾ മാർബിൾ ക്വറിയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാർബിളിൻ്റെ ക്വറിയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെഡ്ജിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. വെഡ്ജിങ് വഴിയാണ് നമ്മൾ മാർബിളിനെ ക്വറി ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ട്രാപ്പ് ഇസ് എ dash type of rock. Option A argillaceous, option B siliceous, option C calcareous and option D stratified. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് പറഞ്ഞപ്പോൾ ആദ്യം 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ. പിന്നെ ജിയോളജിക്കലിൻ്റെ അകത്ത് തന്നെ ഇഗ്നീഷ്യസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക്. ഇഗ്നീഷ്യസിൻ്റെ അകത്ത് തന്നെ പ്ലൂട്ടോണിക് റോക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഹൈപ്പർ ബസാൽ, വോൾക്കാനിക്. സെഡിമെൻ്ററിക്കകത്ത് വേറെ റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ്, കെമിക്കൽ, ഓർഗാനിക്. മെറ്റമോർഫിക് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് കൂടാതെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്വസ്റ്റ്യൻ നോക്കുക. ട്രാപ്പ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റോക്സ്. അപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ സിലീഷ്യസ്, ആർജിലേഷ്യസ്, കാൽക്കേരിയസ്, അങ്ങനത്തെ 3 ടൈപ്പ് പറഞ്ഞായിരുന്നു. സിലീഷ്യസ് റോക്സിൻ്റെ പ്രത്യേകത അതിൻ്റെ അകത്ത് സിലിക്ക ആയിരിക്കും കൂടുതൽ. ആർജിലേഷ്യസ് റോക്കിൻ്റെ അകത്ത് ക്ലേ അല്ലെങ്കിൽ ആർജിൽ ആയിരിക്കും കൂടുതൽ. കാൽക്കേരിയസിൻ്റെ അകത്താണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസും പറഞ്ഞു. സിലീഷ്യസിൻ്റെ അകത്ത് ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ്, ആർജിലേഷ്യസ് ലാറ്ററൈറ്റ്, സ്ലേറ്റ്, കാൽക്കേരിയസ് ലൈംസ്റ്റോൺ, മാർബിൾ. ഇതൊക്കെ. ട്രാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, ഒരു സിലീഷ്യസ് റോക്കാണ് കേട്ടോ. സിലിക്ക കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സിലീഷ്യസ് റോക്കാണ് ട്രാപ്പ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ട്രാപ്പ് ഇസ് എ സിലീഷ്യസ് റോക്ക്. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റോൺ ഫോർ ബിൽഡിംഗ് പിയേഴ്സ് ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റോണാണ്? അത് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സാധാരണ സ്റ്റോൺസ് പിയേഴ്സൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂസ് ടു ഡിറ്റർമിൻ ദ ടഫ്നെസ് ഓഫ് സ്റ്റോൺ? ഓപ്ഷൻ എ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഹാർഡ്നെസ് ടെസ്റ്റ്, ഓപ്ഷൻ സി ക്രഷിംഗ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇമ്പാക്റ്റ് ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ഫോർ സ്റ്റോൺസ് പറഞ്ഞപ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ് പറഞ്ഞത്? ആദ്യം ആസിഡ് ടെസ്റ്റ് പറഞ്ഞു. എന്തിനാണ്? കാൽസ്യം കാർബണേറ്റിൻ്റെ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞു. അട്രീഷൻ ടെസ്റ്റ് വിയർ കണ്ടുപിടിക്കാൻ. ക്രഷിംഗ് ടെസ്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. ഇനി അടുത്തത് എന്താണ്? ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടഫ്നെസ് കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ടഫ്നെസ് ഓഫ് സ്റ്റോൺ? ഓപ്ഷൻ എ ആണോ? അപ്പം ഇമ്പാക്റ്റ് ടെസ്റ്റ് ടഫ്നെസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. ഇമ്പാക്റ്റ് ടെസ്റ്റ് ആയിട്ടാണ് ആൻസറായിട്ട് വരുന്നത്. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. പിന്നെ സ്മിത്സ് ടെസ്റ്റ് ഉണ്ട് സോലിബിൾ മാറ്റർ കണ്ടുപിടിക്കാൻ. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ഒരു 24 മണിക്കൂർ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. 60%-നെക്കാട്ടിലും വാട്ടർ അബ്സോർപ്ഷൻ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെസ്റ്റുകൾ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ യൂണിറ്റ് ഓഫ് സ്റ്റോൺ മേസൺറി. സ്റ്റോൺ മേസൺറി സാധാരണ നമ്മൾ മീറ്റർ ക്യൂബിലാണ് കേട്ടോ മെഷർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക ക്യൂബിക് മീറ്റർ ആണ്. നെക്സ്റ്റ്, ടു ഡിറ്റർമിൻ ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ വി യൂസ്. കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? ഏത് ടെസ്റ്റായിരുന്നു യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലേ. ക്രഷിംഗ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് കംപ്രസീവ് സ്ട്രെങ്ത്. ഗുഡ് സ്റ്റോണിൻ്റെ ആണെങ്കിൽ 100 Nm/mm² കുറയാൻ പാടില്ല. എന്താണ് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റോൺ കണ്ടെയ്നിങ് സിലിക്ക ആസ് ദെയർ മേജർ കോൺസ്റ്റുവൻറ്റ് ഇസ് നോൺ എസ്. ഏതായിരുന്നു? നമ്മൾ സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണല്ലേ. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു സിലിഷ്യസ് റോക്സിലാണ് സിലിക്ക കൂടുതലായിട്ട് വരുന്നതെന്നും അതിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റും ക്വാർട്സൈറ്റും ആണെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റോൺ കണ്ടെയ്നിങ് കാൽസ്യം കാർബണേറ്റ് ആസ് ദെയർ മേജർ കോൺസ്റ്റൻറ്റ്. കാൽസ്യം കാർബണേറ്റ് മേജർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഏതാണ്? കാൽക്കേരിയസ് റോക്കാണ്. നെക്സ്റ്റ്, ദ സ്റ്റോൺ കണ്ടെയ്നിങ് അലൂമിന ഓർ ക്ലേ ആസ് ദെയർ മേജർ കോൺസ്റ്റൻറ്റ്. ഏതാണ്? അർജിലേഷ്യസ് റോക്കാണ് ഇതിൻ്റെ അകത്ത് അലൂമിന അല്ലെങ്കിൽ ക്ലേ ആസ് ദെയർ മേജർ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. ഇനി മാർബിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മാർബിളിൻ്റെ അതൊരു ടൈപ്പ് ഓഫ് മെറ്റമോർഫിക് റോക്കാണ്. അപ്പോൾ മാർബിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ വരിക? 2.72 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 2.72 ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, ദ സോഫ്റ്റസ്റ്റ് റോക്ക്. ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള റോക്ക് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ടാൽക്കാണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് റോക്ക് കേട്ടോ, ടാൽക്ക്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. The rocks which are formed by the deposition of product of weathering on pre-existing rock is called. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിൽ രണ്ടാമത് നമ്മൾ പറഞ്ഞ സെഡിമെൻ്ററി റോക്കാണ് ആൻസർ ആയിട്ട് വരിക. ഒരു പ്രീ എക്സിസ്റ്റിംഗ് റോക്കിൻ്റെ മുകളിൽ മറ്റ് ഡെപ്പോസിറ്റ്സ് വന്ന് വീഴുകയും അങ്ങനെ റോക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നതാണ് സെഡിമെൻ്ററി റോക്സ്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് വഴിയിട്ട്, പിന്നെ സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ്, കെമിക്കൽ ഡെപ്പോസിറ്റ്സ്, ഓർഗാനിക് ഡെപ്പോസിറ്റ്സ്. ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പം ഓർഗാനിക് ഏതെങ്കിലും ഒരു അനിമലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരിയിങ് ഏജൻസി വഴി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഡെപ്പോസിറ്റഡ് ആയിട്ട് അങ്ങനെ ഫോം ചെയ്യുന്ന റോക്ക്. കെമിക്കൽ ഡെപ്പോസിറ്റ് കെമിക്കൽ ആക്ഷൻസ് വഴി, ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ അങ്ങനത്തെ ആക്ഷൻസ് വഴിയിട്ട് നമുക്ക് റോക്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതിനെ കെമിക്കൽ ഡെപ്പോസിറ്റ് എന്നും. സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ഇപ്പം ആ റോക്ക് നിൽക്കുന്ന സ്ഥലം അല്ലാതെ അത് അവിടെ നിന്നും കുറേ ദൂരെ മാറി അതിൻ്റെ സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റഡായി ഫോം ചെയ്യുന്ന റോക്സിന് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സും. റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ വെതറിങ് അതിൻ്റെ ഒറിജിനൽ തന്നെ എവിടെയെങ്കിലും തന്നെ അതിൻ്റെ അടുത്ത് തന്നെ റോക്സ് ഡെപ്പോസിറ്റഡായി റോക്സ് ഫോം ചെയ്യുന്നതിന് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ അതത്രയാണ് സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇത് ഡെഫിനിഷൻ പറയാമെന്നെങ്കിൽ റോക്സ് വിച്ച് ആർ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് വെതറിങ് ഓൺ ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെഗുലറായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.